ന്യൂസ് പ്ലസ് വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. പാലക്കാട് അട്ടപ്പാടിയിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാനായില്ല. അഗളി 33 kV സബ് സ്റ്റേഷനിലേക്ക് എത്തുന്ന പ്രധാന ലൈൻ പൊട്ടിയതിനെ തുടർന്നാണ് വൈദ്യുതി തടസ്സപ്പെട്ടത്. KSEB ഉദ്യോഗസ്ഥർ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമം തുടരുന്നു. നെന്മാറ പോത്തുണ്ടിയിൽ പുഴ കരകവിഞ്ഞ് ഒഴുകി വെള്ളം കയറിയ പുത്തൻതോട് ഭാഗത്തെ 4 വീട്ടുകാരെ മാറ്റിപ്പാർപ്പിച്ചു. അജിത് ബാബു ചേരുന്നു വിവരങ്ങളുമായി. അജിത്ത്, ഇതുവരെയും അട്ടപ്പാടിയിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെ നിന്നുള്ള മഴയുടെ സ്ഥിതി ഏത് രീതിയിൽ തുടരുകയാണ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? ലക്ഷ്മി പത്മ, രാവിലെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു അട്ടപ്പാടിയിൽ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളതെന്ന്. പ്രത്യേകിച്ചും നിരവധി ഇടങ്ങളിൽ പോസ്റ്റുകൾ തകർന്നു വീണതും ഈ വൈദ്യുതി ലൈൻ പൊട്ടി വീണതും ഒക്കെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കാരണമാണ് ഉദ്യോഗസ്ഥർക്ക് ഇത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അട്ടപ്പാടിയിലെ ഈ താവളത്തെ ഭവാനിപ്പുഴ ക്രോസ് ചെയ്യുന്ന ഭാഗത്താണ് വലിയ പോസ്റ്റുകൾ തകരുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വൈദ്യുതി കമ്പുകൾ ഭവാനിപ്പുഴയിൽ വീണ് കിടക്കുകയാണ്. അത് ഉൾപ്പെടെ ശരിയാക്കിയാൽ മാത്രമാണ് ഈ വൈദ്യുതി പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുള്ളൂ. ഇതുകൊണ്ടാണ് ഇപ്പോൾ ഈ മഴ ഇന്നലെ ഇത്തരത്തിൽ മഴയത്തും കാറ്റത്തും നഷ്ടപ്പെട്ട വൈദ്യുതി ഇതുവരെ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത സാഹചര്യമുള്ളത്. ജില്ലയിൽ ശക്തമായ കാറ്റാണ് നിലനിൽക്കുന്നത്, മഴയുമുണ്ട്. നെല്ലിയാമ്പതിയിൽ വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ നെല്ലിയാമ്പതിയിലെ വിവിധ മേഖലയിൽ ഉൾപ്പെടെയുള്ളവർക്ക് ജാഗ്രത നൽകിയിട്ടുണ്ട്. ഈ ലില്ലി മേഖലയിലാണ് വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഒറ്റപ്പാലം സൗത്ത് പനമണ്ണയിൽ കാറ്റിലും മഴയിലും വൈദ്യുതി പോസ്റ്റിന് വീടിന് മുകളിലേക്ക് പൊട്ടി വീടുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ കാഞ്ഞിരങ്ങോട്ട് പറമ്പിൽ ശങ്കരനാരായണന്റെ വീടിന്റെ അടുക്കള ഭാഗം തകരുന്ന സ്ഥിതിയുണ്ടായി. കൂടാതെ ഈ മലയോര നെല്ലിയാമ്പതിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ എത്തുന്നതിനോർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ അപകടകരമായ സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. കൂടാതെ നിരവധി മേഖലകളിൽ ഇന്നലെ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ വൈദ്യുതി പൊട്ടി വീണതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. അത്തരത്തിൽ അത് പരിഹരിക്കാനും കൂടുതൽ സമയമെടുക്കുമെന്നാണ് KSEB ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. അത്രത്തോളം വൈദ്യുതി ലൈനുകൾ തകരുകയും വൈദ്യുതി പോസ്റ്റുകൾ തകരാറിലാകുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇതുകൂടാതെ ഈ പാലക്കാട് നെന്മാറയിൽ പോത്തുണ്ടിയിൽ പുഴ കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വെള്ളം കയറിയ ഈ പുത്തൻതോട് ഭാഗത്തെ 4 വീടുകളിലുള്ളവരെ മാറ്റിപ്പാർപ്പിക്കുന്ന സ്ഥിതി ഉണ്ടായി. ഈ പാലക്കാട് അട്ടപ്പാടി ചുരത്തിൽ അല്പം മുമ്പ് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മരം മുറിച്ചു മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ചുരത്തിൽ നീണ്ട വാഹനങ്ങളുടെ നിരയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ജില്ലയിൽ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ മഴയെ തുടർന്ന് വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. മണ്ണാർക്കാടും ഒറ്റപ്പാലത്തും പട്ടാമ്പിയിലും ഉൾപ്പെടെ മേഖലകളിലും കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ലക്ഷ്മി പത്മ. അജിത് ബാബു ആണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.